ഈ കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധിയില്ലാത്ത നിരക്ഷര കക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ ശ്യാംരാജ്? ഹാഷ്മി, നിങ്ങളിപ്പോൾ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്നുൾപ്പെടെയുള്ള ചോദിച്ച ചോദ്യം, അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ശ്രീ ജോൺ ബ്രിട്ടാസോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അത് രാഷ്ട്രീയമാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെപ്പോലെ ഒരു അവതാരകൻ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഇന്നലെ കണ്ടത്, ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ചിരി വന്നില്ലേ ശ്യാംരാജ് കേട്ടപ്പോ? പറയട്ടെ, അതോ വൈകാരികമായോ? താങ്കളുടെ കണ്ണു നിറഞ്ഞോ അത് പറഞ്ഞപ്പോ? ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വീട്ടില്ലാത്ത വോട്ടർമാരുണ്ട്, അവർ മനുഷ്യജീവികളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ താങ്കൾക്ക് വികാരം വന്നോ? ചിരിയല്ലേ വന്നേ? സത്യം പറ. പലർക്കും പല രീതിയിലാണെന്ന്. ഹാഷ്മി ഇവിടെ കിടന്ന മുമ്പിലെ ആ പ്രോംപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ചിരി വരും. അത് പലർക്കും പല രീതിയിലാണെന്ന് എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും ചിരി വരണം എന്നങ്ങോട്ട് വാദിക്കല്ലേ. ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാനും ആ സ്റ്റേറ്റ്മെന്റ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ, ഇനി അദ്ദേഹത്തോടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ, അതുമല്ല ഈ ചർച്ചയ്ക്കൊക്കെ ആധാരമായിട്ടുള്ള BJPയുടെ അടിക്കടി ഉണ്ടാകുന്ന വിജയങ്ങളാണോ നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നെനിക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നാടകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹം കൃത്യമായിട്ടുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-ാം തീയതി മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ അടക്കം പറഞ്ഞത് 0 കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്.